നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പലർക്കുമുള്ളൊരു ഡൗട്ടാണ്. ഇത്രയും നാൾ ഓടിയിട്ടും നോർത്ത് ഇന്ത്യയിൽ വൈറലായിട്ടും എന്തുകൊണ്ടാണ് മാർക്കോ സിനിമ വലിയൊരു എമൗണ്ട് കളക്ഷൻ നേടാത്തത് എന്നുള്ളത്. നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ മാർക്കോ സിനിമ 100 കോടിക്ക് മേലെ കളക്ഷൻ നേടി. പലർക്കുമുള്ള ഡൗട്ടാണ്, ചില സിനിമകൾ ഇത്രയും ദിവസം ഓടാതെ തന്നെ 100 കോടി ക്ലബ് എന്ന പേരിൽ പുതിയ പോസ്റ്റേഴ്സ് ഇറക്കാറുണ്ട്. മാർക്കോ സിനിമ നോർത്തിലും ഹിറ്റാണ്, എന്നിട്ടും എന്തുകൊണ്ടാണ് കളക്ഷൻ വളരെ സ്ലോ എന്നുള്ളതാണ് ചോദ്യം. അടുത്ത കാലത്തിറങ്ങിയ പല സിനിമകളും മാർക്കോ സിനിമ പോലെ കേരളത്തിനകത്തും പുറത്തും ഹിറ്റാവാതെ തന്നെ കേരളത്തിൽ മാത്രം ഹിറ്റടിച്ചുകൊണ്ട് 100 കോടി എന്നുള്ള പോസ്റ്റേഴ്സ് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ട കാര്യം എന്തെന്നാൽ, സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പല പ്രൊമോഷൻ ടീമുകളും പല രീതിയിൽ മാർക്കറ്റ് ചെയ്യും. ഒരുപക്ഷെ ഒരു സിനിമ 100 കോടി ക്ലബിൽ കയറിയിട്ടുണ്ടാവില്ല. ഒരു സിനിമ വലിയ രീതിയിൽ വിജയമായി എന്ന് കരുതുക, ഒരു 50 കോടി കളക്ഷനും പിന്നിട്ടു, പക്ഷെ അപ്പോഴും 100 കോടി ആയിട്ടില്ല. എങ്കിലും ചില സിനിമകൾ സിനിമയുടെ മാർക്കറ്റിങ്ങിനും പ്രൊമോഷനും വേണ്ടി 100 കോടി എന്ന രീതിയിൽ പുതിയ പോസ്റ്റേഴ്സ് ഇറക്കും. ഇതെങ്ങനെയെന്നാൽ, ഒരു സിനിമ ഇപ്പോൾ നിലവിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ട് 50 കോടി ഇപ്പോൾ കളക്ഷൻ നേടിയിരിക്കുകയാണ്. പക്ഷെ സിനിമ തിയേറ്ററിലല്ലാതെ സിനിമ വിജയമായതിനെ തുടർന്ന് പ്രീ ബിസിനസ്സിലൂടെ മറ്റൊരു 50 കോടി കൂടി നേടിയിട്ടുണ്ടാവും. ബിസിനസ് കളക്ഷൻ എന്ന് പറയുന്നത് തിയേറ്ററിൽ ഓടിയല്ലാതെ പുറമേ നിന്നുള്ള കളക്ഷനാണ്. ഇതിൽ OTT കൊടുക്കുന്ന പൈസ പെടും, മ്യൂസിക് റൈറ്റ്സിന്റെ പൈസ പെടും. മ്യൂസിക് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് എന്തായാലും ഹിറ്റ് പാട്ടുകൾ ഉണ്ടാവും. ഈ മ്യൂസിക്കിന്റെ റൈറ്റ്സ് എല്ലാം പല മ്യൂസിക് പ്ലാറ്റ്ഫോംസും വാങ്ങും. ഇത്തരം പ്ലാറ്റ്ഫോംസിൽ നിന്നും ചാനൽസിൽ നിന്നുമായിരിക്കും നമ്മൾ പിന്നീട് ഈ സിനിമയുടെ പാട്ടുകൾ കേൾക്കാൻ പോകുന്നത്. പല ആപ്പുകളും യൂട്യൂബ് ചാനൽസും മ്യൂസിക്കിന്റെ TV ചാനൽസും ഇതിൽ ഉൾപ്പെടും. OTT പോലെ തന്നെ മ്യൂസിക് റൈറ്റ്സിനും വലിയൊരു എമൗണ്ട് കിട്ടും. കാരണം എന്തെന്നാൽ, ഒരു സിനിമ ഇറങ്ങി 50 വർഷം കഴിഞ്ഞാലും മികച്ച മ്യൂസിക് ആണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ആളുകൾ തോന്നുമ്പോഴെല്ലാം റിപ്പീറ്റ് അടിച്ച് മ്യൂസിക്കുകൾ വീണ്ടും കേൾക്കും. മ്യൂസിക്കിന് ഒരിക്കലും എക്സ്പയറി ഡേറ്റ് ഇല്ല. പിന്നീട് കിട്ടുന്ന പൈസയാണ് സാറ്റലൈറ്റ് റൈറ്റ്സ്. ഇത് നിങ്ങൾക്കറിയായിരിക്കാം, ഒരു സിനിമ TVയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചാനൽസ് കൊടുക്കുന്ന പൈസയാണ്. നമ്മുടെ ഫേവറേറ്റ് ആയ സിനിമകളെല്ലാം തന്നെ പല ചാനൽസിലൂടെയാണ് നമ്മൾ കാണുന്നത്. ഒരു ചെറിയ ഉദാഹരണം നോക്കിയാൽ, CID മൂസ നമ്മൾ സൂര്യ TVയിലാണ് കാണുന്നത്. റൺവേ, ബദ്രിനാഥ്, മല്ലു സിംഗ്, അങ്ങനെ പല സിനിമകളിലും മഴവിൽ മനോരമയിൽ വരാറും. ഏഷ്യനെറ്റ് മൂവീസിൽ വേറെ, കൈരളിയിൽ വേറെ, ഏഷ്യനെറ്റിലും പല സിനിമകൾ. ഇതെല്ലാം തന്നെ ഇവർ റൈറ്റ്സ് വാങ്ങി ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. OTT കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് സാറ്റലൈറ്റ് റൈറ്റ്സ് ആണ്. കാരണം മത്സരിച്ചാണ് TV ചാനലുകൾ ഓരോ സിനിമയുടെയും റൈറ്റ്സ് വാങ്ങുന്നത്. ഒരേ സിനിമയുടെ റൈറ്റ്സ് തന്നെ ചിലപ്പോൾ 2 ചാനലുകൾ വാങ്ങിയെന്ന് വരെ. ഇത് വളരെ റെയറാണ്. അതായത് സെയിം സിനിമ നമുക്ക് ഒന്നിലധികം ചാനലുകളിൽ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് തിയേറ്ററിന് പുറത്തുള്ള ബിസിനസ് കളക്ഷനുകൾ. തിയേറ്ററിൽ ഓടി 50 കോടി കിട്ടി, ബിസിനസ്സിലൂടെയും 50 കോടി കിട്ടി. സിനിമയ്ക്ക് അപ്പോൾ ടോട്ടൽ 100 കോടി കിട്ടി. പ്രൊമോഷന്റെ ഭാഗമായി ചില സിനിമകൾ അപ്പോൾ 100 കോടി എന്ന പേരിൽ പുതിയ പോസ്റ്റേഴ്സ് ഇറക്കും. നമ്മൾ ഇവിടെ കൺവീൻസ് ആയി. നോക്കുമ്പോൾ ഇവിടെ 100 കോടി കിട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇത് തിയേറ്ററിൽ നിന്ന് മാത്രം കിട്ടിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതെവിടെയും പറയുന്നുമില്ല. ഫാസ്റ്റസ്റ്റ് ആയി തിയേറ്ററിൽ ഓടി 100 കോടി ക്ലബിൽ കയറണമെങ്കിൽ അത് വളരെ ഫാൻ ബേസ് ഉള്ള ടോപ്പ് സൂപ്പർ സ്റ്റാർസിന്റെ പടമായിരിക്കണം. പ്രൊമോഷന്റെ ഭാഗമായി സൂപ്പർ സ്റ്റാർസിന്റെ സിനിമകളിൽ പോലും ബിസിനസ് കളക്ഷൻ ചേർത്ത് പറയാറുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം എന്തെന്നാൽ, ഇവർ പറയുന്ന എമൗണ്ട് ആ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ ഓടി തന്നെ കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വലിയ സിനിമകളിൽ ഇങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാറുള്ളൂ. നമ്മുടെ ലൂസിഫർ സിനിമ തിയേറ്ററിൽ ഓടി മാത്രം 175 കോടി കളക്ഷൻ നേടി. ജസ്റ്റ് ഒരു 25 കോടി ഉണ്ടായിരുന്നെങ്കിൽ തിയേറ്ററിൽ നിന്ന് മാത്രമായി 200 കോടി കളക്ഷൻ നേടിയാണ്. ശേഷം നമ്മൾ ലൂസിഫർ 200 കോടി നേടിയെന്നുള്ള പോസ്റ്റേഴ്സ് കണ്ടു. പോസ്റ്റേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു ബിസിനസ് കളക്ഷനും ഇൻക്ലൂഡിംഗ് ആണെന്നുള്ളത്. ഇവിടെ സിനിമ തിയേറ്ററിലോടി തന്നെ 175 കോടിക്കടുത്ത് കിട്ടി. ജസ്റ്റ് ഒരു 25 കോടി ഉണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് മാത്രം കറക്റ്റ് 200 കോടിയാവും. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് സ്മോൾ എമൗണ്ട് ബിസിനസ് കളക്ഷന് നേടി. 200 കോടി നേടിയോ എന്ന് ചോദിച്ചാൽ, ടോട്ടൽ ബിസിനസ് കളക്ഷൻ നോക്കിയാൽ ലൂസിഫർ സിനിമ 200 കോടിക്ക് മേലെ നേടിയിട്ടുണ്ട്. ഇനി ലൂസിഫർ 2 സിനിമ വരാൻ പോവുകയാണ്. മികച്ച സിനിമയാണെങ്കിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, തിയേറ്ററിലോടി തന്നെ 200 കോടിയും കഴിഞ്ഞ് കളക്ഷൻ നേടും. മാർക്കോ സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തിയേറ്റർ കളക്ഷൻ മാത്രമായിരിക്കാം ഒരുപക്ഷെ നിലവിൽ നമ്മൾ കാണുന്നത്. മാത്രമല്ല, നോർത്തിൽ ഹിറ്റായെങ്കിലും മാർക്കോ ഇന്ത്യ മുഴുവനായി ഒരു പാൻ ഇന്ത്യൻ റിലീസ് ആയിരുന്നില്ല. പതുക്കെയാണ് സിനിമ റെസ്പോൺസ് അനുസരിച്ച് ഡബ് ചെയ്ത് കൂടുതൽ സ്ക്രീനുകളിലേക്ക് എത്തുന്നത്. ഇനിയും റിലീസ് ചെയ്യാനുണ്ട്. നിലവിലിപ്പോൾ കൊറിയൻ വെർഷൻ ഡബിങ്ങിലാണ്. കൊറിയയിലും റിലീസ് ചെയ്യുന്നുണ്ട്.
വയലന്റ് സിനിമകൾക്ക് അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരു രാജ്യമാണ് കൊറിയ എന്നത്. കൊറിയയിൽ ഹിറ്റായി കഴിഞ്ഞാൽ ഒരുപക്ഷെ സിനിമയ്ക്ക് എക്സ്ട്രാ 100 കോടി അവിടെ നിന്നും കിട്ടിയെന്ന് വരാം. നമുക്കറിയാം വിജയ് സേതുപതിയുടെ മഹാരാജ സിനിമ ഇന്ത്യയിൽ നിന്ന് തന്നെ 100 കോടിക്ക് മേലെ കളക്ഷൻ നേടി. പിന്നീട് ചൈനയിൽ റിലീസ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു സിനിമ അവിടെയും 100 കോടി കയറാൻ പോകുന്നു. ചൈനയിലും ഹിറ്റായി. നമ്മൾ മറ്റ് പാൻ ഇന്ത്യ സിനിമയായ KGF പോലുള്ള സിനിമ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം KGF എന്ന സിനിമ ഒരു പാൻ ഇന്ത്യൻ റിലീസായിരുന്നു. 100 കോടിക്കടുത്ത് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല മേക്കിംഗ് കൊണ്ടും കോൺസെപ്റ്റ് കൊണ്ടും ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മലയാളം ഇൻഡസ്ട്രിയേക്കാൾ ചെറിയൊരു ഇൻഡസ്ട്രി ആണെങ്കിലും KGF സിനിമ വലിയൊരു വിജയം നേടി. KGF ഓണിന്റെ ബഡ്ജറ്റ് 80 കോടിയായിരുന്നു. കളക്ഷൻ 250 കോടിക്ക് മുകളിൽ. ഈ ഒരു സിനിമ മൊബൈലിലൂടെ കണ്ട് കൂടുതൽ വൈറലായി. അങ്ങനെ കൂടുതൽ ഹൈപ്പ് കയറി. പിന്നീട് ഈ ഒരു ഹൈപ്പിൽ നിന്നുകൊണ്ട് പിന്നീട് സെക്കൻഡ് പാർട്ട് വന്നപ്പോഴാണ് 1000 കോടിക്ക് മേലെ കളക്ഷൻ നേടിയത്. മാർക്കോ സിനിമ നമ്മ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം വലിയ ബഡ്ജറ്റിൽ വന്ന ഒരു പാൻ ഇന്ത്യൻ മൂവിയല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മോസ്റ്റ് ബ്രൂട്ടൽ സിനിമയാണ്. ഓഡിയൻസ് റെസ്പോൺസ് അറിയാതെ തുടക്കത്തിലെ പാൻ ഇന്ത്യൻ റിലീസ് വെക്കുന്നത് വളരെ റിസ്ക് ആയിരുന്നു. ഇതുകൊണ്ടാണ് സിനിമ ഓഡിയൻസ് റെസ്പോൺസ് നോക്കി പതുക്കെ സ്ക്രീനുകൾ കൂട്ടിയതും മറ്റു ഭാഷകളിലേക്ക് ഡബ് ചെയ്തതും. മറ്റൊരു കാര്യം എന്തെന്നാൽ നമ്മുടെ മാർക്കോ സിനിമ വരെ ചെറിയ രീതിയിലെങ്കിലും KGF നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ളതാണ്. KGF ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ മാർക്കോ സിനിമയുടെ BGM ഡിഫറെന്റ് ആയിരിക്കും, സിനിമയുടെ സ്റ്റൈല് തന്നെ ഡിഫറെന്റ് ആയിരിക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. വളരെ ബ്രൂട്ടൽ സിനിമകൾക്ക് മറ്റു സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഫാമിലി ഓഡിയൻസ് തീരെ ഉണ്ടാവില്ല. ലേഡീസും വളരെ കുറവായിരിക്കും. ബ്രൂട്ടൽ സിനിമകൾ വലിയ രീതിയിൽ ഹിറ്റാവുന്ന മറ്റു സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിളാണ് കിൽ എന്ന സിനിമ മറ്റൊരു വയലന്റ് സിനിമയാണ്. പക്ഷെ ഒരിക്കലും മാർക്കോന്റെ അത്രയില്ല, എങ്കിലും ബ്രൂട്ടൽ സിനിമയാണ്. ഈ ഒരു സിനിമ നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. ജോൺ വിക്കിന്റെ ഡയറക്ടർ വരെ കണ്ട് റൈറ്റ്സ് വാങ്ങിയ സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്കും ഫാമിലി ഓഡിയൻസും ലേഡീസും വളരെ കുറവായിരുന്നു. സിനിമ 100 കോടിക്ക് മേലെ കളക്ഷൻ നേടിയെങ്കിലും ബ്രൂട്ടൽ സിനിമകളിൽ ഈ ഒരു ഓഡിയൻസിന്റെ കുറവ് സിനിമയുടെ കളക്ഷനെ ഒരു പരിധി വരെ ബാധിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിന്റെ പകുതി ഹൈപ്പിൽ മറ്റൊരു സിനിമ വന്നുവെന്ന് കരുതുക. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബ്രൂട്ടൽ സിനിമയേക്കാൾ കളക്ഷൻ എല്ലാ ഓഡിയൻസിനും കാണാൻ പറ്റിയ മറ്റു സിനിമയ്ക്കും ഉണ്ടാവും. മറ്റൊരു കാര്യം എന്തെന്നാൽ മാർക്കോ സിനിമ ഒരു പരീക്ഷണമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ബ്രൂട്ടൽ സിനിമ ഇതിലിപ്പോൾ വിജയിക്കുകയും ചെയ്തു. പാൻ ഇന്ത്യൻ സിനിമ അല്ലാഞ്ഞിട്ടും നോർത്തിലും അത്യാവശ്യം വൈറലായിട്ടുണ്ട്. മാർക്കോ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് വിജയിച്ച സിനിമകൾക്കെല്ലാം തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ടിന് വളരെ വലിയൊരു ഹൈപ്പും വലിയൊരു കളക്ഷനും ഉണ്ടാവും. നിലവിൽ ഇപ്പോഴും മാർക്കോ സിനിമ 2000-നടുത്ത് ഷോകൾ കളിക്കുന്നുണ്ട്. പോരാത്തതിന് കൊറിയൻ റിലീസും ചെയ്യുന്നുണ്ട്. ഇനിയും സിനിമയുടെ കളക്ഷൻ കൂടാനുള്ള വലിയൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി കാണാം.